ഹായ്, ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. മാർക്കറ്റ് ആക്ച്വലി ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ ടൈം 3:31 ആയി. ഓക്കെ, ആക്ച്വലി ഓപ്പൺ ചെയ്തത് 25,900 ആ റേഞ്ചിലായിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, അപ്പ് സൈഡിലേക്കായിരുന്നു ഫസ്റ്റ് ഒരു മൊമെൻറ്റം കാണിച്ചത്. നമ്മൾ ആക്ച്വലി ഇന്ന് 2 ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ചെയ്തു, നമ്മൾ വെയിറ്റ് ചെയ്തത് ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ സ്വീപ്പ് ചെയ്തതിന് ശേഷം റിവേഴ്സൽ കാണിക്കുകയാണെങ്കിൽ ആ ഒരു ട്രേഡ് പിക്ക് ചെയ്യാനായിരുന്നു. മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് വന്നു, നമ്മുടെ സോൺ സ്വീപ്പ് ചെയ്തു. അതിനുശേഷം 1 മിനിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലിയർ ആയിട്ടൊരു ഡബിൾ ടോപ്പ് പാറ്റേൺ ഇവിടെ ഫോം ചെയ്തതായിട്ട് കാണാം. ഈ ഡബിൾ ടോപ്പ് പാറ്റേൺ ഫോം ചെയ്തു, ലിക്വിഡിറ്റി ഏരിയ സ്വീപ്പ് ചെയ്തതിന് ശേഷം റിവേഴ്സൽ കണ്ടപ്പോഴാണ് നമ്മൾ ട്രേഡ് എടുത്തത്. എനിക്ക് തോന്നുന്നു ഒരു 9:36, 37 ആ ഒരു ടൈമിലാണ് നമ്മൾ ട്രേഡ് എടുത്തത്. ടാർഗറ്റ് ആയിട്ട് ഡെലോ പ്ലേസ് ചെയ്തു, അല്ലെങ്കിൽ പ്രീമിയത്തിൽ ഒരു 40+ പോയിന്റ്സ് നമ്മൾ ഇന്ന് ക്യാച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അടുത്തായിട്ടൊരു ട്രേഡ് എടുത്തത് ഇവിടെ നിങ്ങൾക്ക് കാണാം, പ്രോപ്പറായിട്ടൊരു ഡബിൾ ടോപ്പ് പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു റിവേഴ്സൽ കണ്ടപ്പോഴാണ് നമ്മൾ ട്രേഡ് എടുത്തത്. ഇതൊരു ചെറിയ ട്രേഡ് ആയിരുന്നു, അതായത് 11:52 ആ ഒരു ടൈമിലാണ് നമ്മൾ ട്രേഡ് എടുത്തത്. നിയർലി ഒരു 15 പോയിന്റ്സേ ഇതിൽ ക്യാച്ച് ചെയ്തിട്ടുള്ളൂ. മാർക്കറ്റ് അതിന് ശേഷം ഡൗൺ സൈഡിലേക്കാണ് മൂവ് ചെയ്തത്. ഓക്കെ, ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം 2 ട്രേഡായിരുന്നു ഇന്ന് എടുത്തത്. 9:37 എൻ്റർ ചെയ്തു, 9:50 എക്സിറ്റ് ചെയ്തു. അടുത്ത ട്രേഡ് എടുത്തത് 11:52 12 o'clock ആ ട്രേഡ് എക്സിറ്റ് ചെയ്തു. പൊസിഷൻ നോക്കുകയാണെങ്കിൽ നിയർലി ഒരു 5,000 അടുപ്പിച്ച് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 4,750 ആണ്. ഓക്കെ, ഇതായിരുന്നു അപ്പോൾ ഇന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ്. മാർക്കറ്റിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് നല്ല രീതിക്ക് ബിയറിഷ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓൾറെഡി ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം മാർക്കറ്റ് ഡൗൺ ആയി വരുവാണ് കാണുന്നത്. ഈ സോൺസ് ലൈൻസ് നമുക്ക് റീഡ്രോ ചെയ്യാം. ബാക്ക് ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് മാർക്കറ്റിന്റെ സ്ട്രക്ചർ. ദെൻ ലൈൻസ് ഡ്രോ ചെയ്യാനാണെങ്കിൽ നമുക്ക് 50 മിനിറ്റിലേക്ക് വരാം. ഓക്കെ, ഇതൊരു നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡയലോ, ദെൻ ഈ ഒരു ഏരിയ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ നിന്നായിരുന്നു നമ്മളിന്ന് സെക്കൻഡ് ട്രേഡ് പുഷ് ചെയ്തത്. ദെൻ അപ്പ് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു ലൈൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, നാളെ മോർണിംഗ് ഡയറക്ഷൻ കിട്ടിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ലൈൻസ് ഒന്ന് റീഡ്രോ ചെയ്യാം. ഓക്കെ, ഈ ഒരു ഓർഡർ ബുക്ക് ഇത് കണ്ടിട്ട് ആരും ബ്ലൈൻഡ് ആയിട്ടൊന്നും കയറി ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് 3-4 ഇയേഴ്സിൻ്റെ എഫേർട്ട് അതിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ ആരും ബ്ലൈൻഡ് ആയിട്ട് ഓപ്ഷൻസിലൊന്നും ട്രേഡ് ചെയ്യാതിരിക്കുക. നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം ബാക്ക് ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രം ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, താങ്ക് യു.